ഇന്ന് രാവിലെ ഒരു 2 മണി 3 മണി ടൈമിലൊക്കെ ഒരു നല്ല മഴ പെയ്തുകൊണ്ട് നമുക്ക് രാവിലെ ആയിട്ടപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് മുറ്റത്തൂടെയൊക്കെ നടക്കാൻ നല്ല രസമുണ്ടേ, നല്ലൊരു തണുപ്പൊക്കെ ഉണ്ട്. നല്ലൊരു മഴയൊക്കെ കിട്ടിയോണ്ട് നമ്മുടെ റോസ് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ എണ്ണമൊക്കെ നമുക്ക് പ്രൂൺ ചെയ്ത് വിടാനുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുപ്പിച്ച് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാൻ തോന്നി, അതുകൊണ്ടാണ് ഞാനിതുകൂടെ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നന്ദുകൂട്ടൻ ഇന്ന് ഫിസിക്സിൻ്റെ എക്സാം എഴുതാൻ പോവാണ് കേട്ടോ. അവന് ഉച്ച കഴിഞ്ഞാണ് എക്സാം. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തൊട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ്. അടുത്തായിട്ട് നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ. ഇതൊക്കെ കുത്തിയിരുന്ന് പറിക്കൽ നടക്കുന്ന കാര്യമില്ല, നല്ല കട്ടിയുള്ള വേരാണ് ഇതിനെ. അതുകൊണ്ട് നമ്മൾ മെഷീൻ എടുത്താണ് വെട്ടുന്നത് കേട്ടോ. ഏകദേശം നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ സ്ഥലം ഒന്ന് തീരാറായി വരുന്നു കേട്ടോ. ഇനിയും കുറച്ചുകൂടെ വെട്ടാനുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ പുല്ല് ഒരുപാട് നിൽപ്പുണ്ട്. ഉച്ച കഴിഞ്ഞ് പുല്ല് വെട്ടുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ആവിയുണ്ട് കേട്ടോ. എൻ്റെ ഒരു കോലം തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഇതൊക്കെ എടുത്ത് എൻ്റെ ക്ലാസ്സിലുള്ള ഒരുത്തൻ ഇത് സ്റ്റിക്കറാക്കി ഗ്രൂപ്പ് ഇടും കേട്ടോ. അവൻ്റെ സ്ഥിരം പരിപാടിയാണത്. അതൊക്കെ പോട്ടെ, അതൊന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. ഇപ്പം നമുക്ക് നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ നമ്മുടെ കിണറിൻ്റെ സൈഡിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ അത്യാവശ്യം നമ്മൾ കവർ ചെയ്ത് തീർത്തായിരുന്നു. പിന്നെ നമ്മൾ പുല്ല് വെട്ടിയപ്പോൾ ഒരുപാട് കല്ലും കാര്യങ്ങളൊക്കെ തെറിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിനി തിരിച്ച് ഒന്ന് പഴയ പോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കണം. അതുകൂട്ട് പവറാണ് മെഷീൻ്റെ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പിന്നെ ടിപ്പുവിനെ കുറച്ച് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുള്ളി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം. കണ്ടോ, നമ്മൾ ഒരു പട്ടിയെങ്കിലും വളർത്തി നോക്കിയിട്ടുള്ളവർക്കറിയാം യുവമാർക്ക് നമ്മളോട് എന്തോ സ്നേഹമുണ്ടെന്ന് കേട്ടോ. അപ്പം പുള്ളി ഒരു പാവമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനി മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും ബൈ.